Hello everyone, welcome to GeoDIS Current Affairs Top Line. I am Sukanya sir, and GeoDIS has launched PCM batch targeting 2027 Civil Service Examination only for ₹1000 per month. 2 years one time payment ചെയ്യുന്നവർക്ക് 5000 രൂപയ്ക്ക് 2 വർഷത്തെ ക്ലാസും സബ്സ്ക്രിപ്ഷനും ലഭിക്കുന്നതായിരിക്കും. So join now for quality contents at affordable rates. UPSC coaching is becoming costly now. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള കുട്ടികൾക്കും UPSC കോച്ചിങ് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഫീസ് ഒരു വലിയൊരു ഹേർഡിൽ തന്നെയാണ്, വലിയൊരു തടസ്സം തന്നെയാണ്. അത് മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ വെറും ₹1000 പെർ മന്തിന് ഫുൾ കോഴ്സും നൽകുന്നത്. മാത്രവുമല്ല 2 ഇയേഴ്സിന് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് ₹5000 ഫോർ ദിസ് 2 ഇയേഴ്സ്. ഒരുപാട് ആസ്പിറൻസ് ഈ ഫീസ് എന്നൊരു ഹേർഡിൽ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഫോർഡബിൾ ആയിട്ട് കോച്ചിങ് നൽകുന്നത്. സോ എല്ലാവരും ഈ ഒരു അവസരം നന്നായിട്ട് യൂസ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെഷൻ ഫോർ ടുഡേ. നെക്സ്റ്റ്, ഇന്ത്യ വിൽ പബ്ലിഷ് ഇറ്റ്സ് റിവൈസ്ഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ ഫോർ ദി 2035 പീരീഡ് ബൈ ഡിസംബർ. എന്താണ് ഈ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ? ഓരോ കൺട്രിയും ഈ ഗ്ലോബൽ വാർമിങ്ങിനെയും ക്ലൈമറ്റ് ചേഞ്ചിനെയും തടയാനായിട്ട് സ്വന്തം രാജ്യത്ത് എന്തെല്ലാം ചെയ്യാം എന്നുള്ളൊരു നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ തയ്യാറാക്കിയിരിക്കുക. അപ്പൊ ഇന്ത്യയുടേത് ആ ഒരു റിപ്പോർട്ട് ഇന്ത്യ 2035 പീരീഡിലത്തേക്കുള്ളത് ഡിസംബർ റിലീസ് ചെയ്യുന്നതാണ് ന്യൂസ് വന്നിരിക്കുന്നത്. എന്താണ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ? ഈച്ച് പാർട്ടി ടു പാരീസ് എഗ്രിമെന്റ്. പാരീസ് എഗ്രിമെന്റ് എന്തിനാ മക്കളെ? ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ തടയാനായിട്ടുള്ളതാണ് പാരീസ് എഗ്രിമെന്റ് അല്ലേ? അമേരിക്ക ഇപ്പൊ പാരീസ് എഗ്രിമെന്റിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. ആർട്ടിക്കിൾ 6ന്റെ ഇമ്പോർട്ടൻസ്, അതായത് കാർബൺ മാർക്കറ്റ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ് അല്ലേ? ചൂടുള്ള വാർത്തയാണ്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 6? എന്താണ് കാർബൺ മാർക്കറ്റ്? കാർബൺ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൺട്രി എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് സെക്വസ്റ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയും കാർബൺ ഡയോക്സൈഡ് ആ കൺട്രിക്ക് ട്രേഡ് ചെയ്യാം, കാർബൺ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. എടാ എന്താണ് കാർബൺ മാർക്കറ്റ്? കാർബൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഞാൻ ഒരു 10 ടൺ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യാനുള്ള പരിപാടി എല്ലാം ചെയ്തു. അപ്പൊ എൻ്റെ ഞാൻ എൻ്റെ ടാർഗറ്റിനെക്കാളും 10 ടൺ കാർബൺ ഡയോക്സൈഡ് കുറവാണ് എമിറ്റ് ചെയ്തതും, മാത്രമല്ല ഞാൻ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യാനുള്ള പരിപാടി എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത്രയും കാർബൺ ഡയോക്സൈഡിന്റെ ഡിഫറൻസ് ഉണ്ട് എൻ്റെ ടാർഗറ്റിൽ നിന്ന്. ഇത് വേണമെങ്കിൽ വേറൊരു കൺട്രിക്ക് വാങ്ങിക്കാം. അവരിപ്പോൾ ഓവറായിട്ടാണ് എമിറ്റ് ചെയ്തെങ്കിൽ ഇത് വേണമെങ്കിൽ വേറൊരു കൺട്രിക്ക് വാങ്ങിക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. കണ്ണി പൊടിയിടാനുള്ള പരിപാടിയാണ്. കാര്യം എർത്ത് എന്നുള്ള ഒന്നാണ്. അത് എവിടെ എമിറ്റ് ചെയ്താലും എവിടെ കൂട്ടിയാലും എവിടെ കുറച്ചാലും ഏതാണ്ട് എഫക്റ്റ് വരുമ്പോൾ എല്ലാവർക്കും സെയിം ടു സെയിം തന്നെയാണ്. പിന്നെ പാരീസ് എഗ്രിമെന്റ് ആർട്ടിക്കിൾ 6ൽ ഇങ്ങനെ ഒരു കാർബൺ മാർക്കറ്റ് എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 6ലാണെന്ന് പറയുന്നത്. ഇപ്പോൾ COP29ലാണ് കാർബൺ മാർക്കറ്റ് ഫൈനലൈസ് ചെയ്തത്. ഇതുവരെ അതിന്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഫൈനലൈസ് ആയത്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. COP30 നെക്സ്റ്റ് സെഷനിൽ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. സോ എന്താണ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ? പാരീസ് എഗ്രിമെന്റ് പ്രകാരം ഓരോ കൺട്രിയും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിറ്റർമിനേഷൻ, ഞാൻ ഇത്ര വർഷത്തിനകം ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യും എന്നൊരു ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, ആ ഒരു കോൺട്രിബ്യൂഷൻ ആണ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. ആൻഡ് അപ്ഡേറ്റ് ഇറ്റ് എവറി 5 years. അപ്പൊ പറഞ്ഞാൽ മാത്രം ഒരു 5 വർഷം കൂടുമ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്നുള്ളത്. ഇന്ത്യ submitted its first NDC in 2015, updated in 2022. ഇന്ത്യ നല്ല ഒരു കുട്ടിയാണ് അല്ലേ? കറക്റ്റ് ആയിട്ട് 2015 2022 ഒക്കെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യാസ് പഞ്ചാമൃത്, ഇതിന്റെ കീഴിൽ വരുന്നതാണ് ഇന്ത്യയുടെ പഞ്ചാമൃത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമുക്ക് ഓപ്ഷൻസിൽ പ്രിലിംസിൽ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. മെയിൻസിലായാലും ശരി ഒരു വലിയ ആൻസർ ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്ത്യാസ് പഞ്ചാമൃത് എന്താ? കമ്മിറ്റഡ് ഇൻ COP26 held at Glasgow. അപ്പൊ ഗ്ലാസ്ഗോയിലാണ് നമ്മൾ ഈ പഞ്ചാമൃത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കമ്മിറ്റ് ചെയ്തത്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? 500 GW നോൺ ഫോസിൽ എനർജി കപ്പാസിറ്റി ബൈ 2030. 2030 കൂടി 500 GW നോൺ ഫോസിൽ എനർജി. എന്താണ് നോൺ ഫോസിൽ എനർജി? പെട്രോളിയം, ഡീസൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹൈഡ്രോ കാർബൺ എനർജി എന്നല്ലാതെ സോളാർ ആയിക്കോട്ടെ, ന്യൂക്ലിയർ പവർ ആയിക്കോട്ടെ, അതിതൊക്കെ എനർജി കണ്ടെത്തുന്നത്, അതിൽ ഹൈഡ്രോ ഇലക്ട്രിക് ആവട്ടെ, അതിനൊക്കെ എനർജി കണ്ടെത്തുന്നതാണ് നോൺ ഫോസിൽ എനർജി എന്ന് പറയുന്നത്. Meet 50% of its energy requirements from renewable energy by 2030. Again, non-renewable, renewable energy. എന്താണ് നോൺ റിന്യൂവബിൾ? പെട്രോൾ അതുപോലെ ഹൈഡ്രോകാർബൺസ് ഒക്കെ നോൺ റിന്യൂവബിൾ ആണ്. വീണ്ടും ഫോം ചെയ്ത് വരാൻ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും. പക്ഷേ റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? സോളാർ അതുപോലെ ന്യൂക്ലിയർ എനർജി, ഇതെല്ലാം റിന്യൂവബിൾ ആണ്.
അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ 50% എനർജി റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കമ്മിറ്റ്മെന്റ്. റിഡക്ഷൻ ഓഫ് ടോട്ടൽ പ്രൊജക്റ്റഡ് കാർബൺ എമിഷൻ ബൈ 1 ബില്യൺ ടൺസ് ഫ്രം നൗ ടു 2030. ഇപ്പോൾ ഉള്ള കാർബൺ എമിഷൻ കുറച്ചിട്ട് അത് ബൈ 1 മില്യൺ ടൺസ് 1 ബില്യൺ ടൺസ് കുറയ്ക്കുന്നതാണ് 2030 കുറയ്ക്കുന്നതാണ്. റിഡക്ഷൻ ഓഫ് കാർബൺ ഇന്റൻസിറ്റി ഓഫ് ദി ഇക്കോണമി ബൈ 45%. അപ്പൊ കാർബൺ ഇന്റൻസീവ് ആണല്ലോ, എന്ത് ചെയ്താലും കാർബൺ ഡയോക്സൈഡ് റിലീസ് ആവുകയാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഈ കാർബൺ ഡയോക്സൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് 40% കുറയ്ക്കും എന്നാണ് 2005 ലെവലിൽ നിന്ന്. ഓക്കെ, അച്ചീവിംഗ് ദ ടാർഗറ്റ് ഓഫ് നെറ്റ് സീറോ എമിഷൻ ബൈ 2070. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എപ്പോഴും ഓപ്ഷനിൽ 2050 കൂടി നമ്മൾ നെറ്റ് സീറോ എമിഷൻ, അതായത് എൻവയൺമെന്റിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്പേഴ്സ് വെച്ച് കളിക്കും. അപ്പൊ 2070 കൂടി മാത്രമാണ് നെറ്റ് സീറോ എമിഷൻ എന്ന ടാർഗറ്റ് നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. 2070 കൂടി നമ്മൾ എല്ലാ എമിഷൻസും കുറയ്ക്കും, സീറോ ആക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്ത്യസ് ലോങ് ടേം ലോ കാർബൺ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി എന്താണ്? അത് LTLDC submitted to UNFCCC. India submitted it in 2022, mentioned that financial resources will be required to install renewable power plants, upgrade the transmission grid and introduce energy storage system. എടാ, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാരാ? ഞാൻ പറഞ്ഞതുപോലെ ഡെവലപ്ഡ് കൺട്രീസ് ആണല്ലേ, എല്ലാ പ്രശ്നത്തിനും കാരണം അവരാണ്. ഓസോൺ ഡിപ്ലീഷനും എല്ലാം കാരണം അവരാണ്. അവര് സസ്റ്റൈനബിൾ ആയിട്ട് റിസോഴ്സസ് യൂസ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. അപ്പം തേർഡ് വേൾഡ് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് ഇപ്പൊ ഡെവലപ്മെന്റിന്റെ സ്റ്റേജിലാണ്. അപ്പൊ നമ്മളോട് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാവൂ, നിങ്ങൾ എമിഷൻ കുറയ്ക്കണം, നിങ്ങൾ ഈ ഗ്രീൻ ടെക്നോളജീസ് യൂസ് ചെയ്യണം എന്നൊക്കെ പറയാം. നമ്മുടെ കയ്യിൽ കാശ് എവിടെയാണ്? കാര്യം ഈ എന്താ പറയാ, അധികം എമിഷൻ ഇല്ലാത്ത, പൊല്യൂഷൻ ഇല്ലാത്ത ടെക്നോളജീസ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് നമ്മൾ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ അതിനും പൈസ വേണ്ടി വരും അല്ലേ? അപ്പൊ ഇതിനൊക്കെ നമ്മൾ എവിടെ പോകാനാണ്? അപ്പോ നമ്മൾ ഈ ഒരു കാര്യം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഫിനാൻഷ്യൽ റിസോഴ്സസ് വേണം. പാരീസ് അഗ്രിമെന്റിന്റെ കീഴിൽ നമ്മൾ എന്ത് വേണം ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് ഈ ഡെവലപ്ഡ് കൺട്രീസ് എന്ത് ചെയ്യണം? നമുക്ക് ഒരു ഈ എന്താ പറയാ, നോൺ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാനായിട്ട് കാശ് കയറണം. ഇപ്പോൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാനായാലും ശരി, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിനായാലും ശരി, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സിനായാലും ശരി, എല്ലാത്തിനും വളരെയധികം ഒരു ഹ്യൂജ് എമൗണ്ട് ആവശ്യമുള്ള പദ്ധതികളാണ്. അപ്പൊ ഇതിന് ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിനെ സഹായിക്കുക, പാരീസ് അഗ്രിമെന്റിന്റെ കീഴിൽ ഫണ്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ മെൻഷൻ ചെയ്തിട്ടുണ്ട്. COP29 ഈ ഒരു കാര്യത്തിനെ പറ്റി തീരുമാനമായിട്ടുണ്ട്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി, ഇതുവരെയും ഫണ്ടിങ്ങിനെ കുറിച്ച് യാതൊരുവിധ ഒരു ലാസ്റ്റ് തീരുമാനം, ഫൈനൽ തീരുമാനം ആയിട്ടില്ല. ഇതുവരെ ഫണ്ടിങ് ഒന്നും അങ്ങനെ വളരെ വലിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാം പേപ്പർ വർക്ക്സ് മാത്രമേ നടക്കുന്നുള്ളൂ. അതൊരു നഗ്നമായ സത്യമാണ്. ഓക്കെ, അപ്പോൾ ഈ നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ, പഞ്ചാമൃത്, ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി പഠിച്ചു വെച്ചിരിക്കുക. ഇത് കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് എടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. 15th ഫിനാൻസ് കമ്മീഷൻ ഞാൻ എടുത്തു തരുന്നതായിരിക്കും. ഞാൻ അത് ഒന്ന് എടുത്തു തരുമെന്നുള്ളത് ഞാൻ കമന്റിൽ കണ്ടായിരുന്നു. അതെന്തായാലും ഉറപ്പായിട്ട് എടുത്ത് തരുന്നതായിരിക്കും. മാത്രമല്ല, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യുക. കറണ്ട് അഫെയർ മാത്രമല്ല, കറണ്ട് അഫെയറിലൂടെ സ്റ്റാറ്റിക് എടുത്ത് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ടാർഗറ്റ്. കറണ്ട് അഫെയർ മാത്രമല്ല, കറണ്ട് അഫെയറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ വാക്കിനും പുറകിൽ ഒരു സ്റ്റാറ്റിക് തീം ഉണ്ടായിരിക്കും. ആ സ്റ്റാറ്റിക് തീമും കൂടെ എടുത്തിട്ടായിരിക്കും പോകുന്നത്. സോ continue watching and share your comments, share your suggestions, everything. So we will meet in our next session. Thank you. Bye.